ഹായ്, ഞാൻ അൻവർ ടോറിനോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ വയലാർ എന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ISROയിൽ വർക്ക് ചെയ്യുന്ന ശിവൻകുട്ടി സാറ് വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു 60ഓളം 14 അടിയിൽ കാലം ചെയ്യാനാണ് വന്നത്. നമ്മൾ 15-ാം തീയതി രാത്രിയാണ് നാട്ടിൽ നിന്ന് പോകുന്നത്. നാട്ടിൽ നിന്ന് പോന്നു 16-ാം തീയതി രാവിലെ തന്നെ ഇവിടെ എത്തുകയും ചെയ്തു. അന്ന് രാവിലെ തന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. നമ്മൾ ഫസ്റ്റ് തന്നെ സാറൊക്കെ ഒന്ന് ചോദിച്ചു എവിടേക്കാണ് വെക്കേണ്ടത് എന്നുള്ളത്. സാറ് പറഞ്ഞു ഇവിടെ 2.5 മീറ്റർ ഡിസ്റ്റൻസിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ ഡിസ്റ്റൻസിൽ നമ്മൾ വെക്കുകയും ചെയ്തു. ഇവിടെ മണൽ പോലത്തെ മണ്ണാണ്, അപ്പൊ നമുക്ക് കുഴിക്കാനും കാര്യത്തിനൊക്കെ നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് 12 ഇഞ്ച് ബിറ്റിൽ 2.5 അടി താഴ്ചയിലേക്കാണ് നമ്മൾ കുഴിച്ചത്. പൊതുവേ നമ്മൾ ചെറിയ ബിറ്റിലായിരുന്നു ചെയ്യുന്നത്. ആദ്യം 8 ഇഞ്ച് ബിറ്റിലായി നമ്മൾ ചെയ്തിരുന്നത്. ആ രീതിയിൽ നിന്ന് ഇപ്പം മാറ്റങ്ങൾ നമ്മൾ വരുത്തിയതാണ്. എന്തുകൊണ്ടാണ് 8 ഇഞ്ചിൽ നിന്ന് 12 ഇഞ്ച് ബിറ്റിലേക്ക് മാറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മണ്ണിന്റെ ഘടന കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട്, നമ്മൾ പൈപ്പ് വെച്ചിട്ട് ശിവൻകുട്ടി സാറിന്റെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 12 ഇഞ്ച് ബിറ്റിലേക്ക് മാറ്റിയത്. സാറ് ഇവിടെ പലതരം കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സാറ് ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യമാണ് ഇവിടെ വരിക. എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് ഇവിടെ കൃഷി കാര്യങ്ങളൊക്കെ സാറ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ആ വിശ്വസിച്ച് കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ കാണിച്ചു തരുന്നത്. 5 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചത്. പിന്നെ ഹൈബ്രിഡ് പ്ലാവ്, പിന്നെ ചന്ദനം, പിന്നെ ഫ്രൂട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കുരുമുളക് തന്നെ വലിയ മരത്തിന്റെ മുകളിൽ ചെയ്തിട്ടുണ്ട്. മണ്ണിന്റെ ഘടന മാറ്റം ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ മിക്സിങ്ങിന്റെ രീതിയും നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ചെയ്തത് 12 ഇഞ്ചിലെ കുയ്യ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഉച്ചയാകുമ്പോൾ നമ്മളിവിടെ ഒരു 20ഓളം കുയ്യ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ പൈപ്പ് ഇറക്കി വെച്ചിട്ട് കോൺക്രീറ്റ് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ തലേന്ന് വണ്ടി വന്നത് പറഞ്ഞിരുന്നല്ലോ. ആ വണ്ടി നമ്മൾ വന്നിട്ട് രാവിലെ തന്നെ ഡ്രൈവർ കാര്യങ്ങൾ ഉറങ്ങിയൊക്കെ ചെയ്ത് ഒരു 20ഓളം കുയ്യ് കാര്യങ്ങൾ റെഡി ആയതിനു ശേഷം നമ്മൾ ഇവിടെ ലോഡ് ഇറക്കുകയും ചെയ്തു. 20 കുയ്യിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പൈപ്പ് കൊണ്ടുപോയിട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്തത്. പക്ഷെ പൈപ്പ് നേരെ ഇറക്കി വെച്ച് 1.5 അടി താഴ്ചയിലേക്ക് ഇറക്കി വെച്ച് അതിന്റെ ശേഷം അതിന്റെ ചുറ്റും കോൺക്രീറ്റ് ചെയ്ത് ഫില്ല് ചെയ്തതാണ്. നമ്മൾ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് കുത്തിയിട്ട് ഇറക്കിയതുമാണ്. വിഷ്വൽസ് കാര്യങ്ങളൊന്നും കാണാം വരും.